കരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് പോലീസിന്റെ ആസൂത്രിതമായ നീക്കമാണോ അതോ ഇനി കോൺഗ്രസുകാരുടെ ആസൂത്രിതമായ നീക്കമാണോ? എന്താണ് ഒരു ബി.ജെ.പിക്കാരനായ താങ്കൾക്ക് പറയാനുള്ളത്? സർ നമസ്കാരം. നമസ്കാരം. ഒരു മെമ്പർക്കെന്നല്ല ഏതൊരു വ്യക്തിക്കും പോലീസിന്റെയോ അല്ല മറ്റാരുടെയോ മർദ്ദനമേറ്റാൽ അത് വളരെ പ്രയാസം വരുന്ന സംഗതി തന്നെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിൽ ഒരുപാട് കാലം വടകരയിലുള്ള ഒരുപാട് എംപിമാർ മാറി മാറി വന്നിട്ടുണ്ട്. അത് നമ്മുടെ മുൻ പ്രേക്ഷകൻ പറഞ്ഞ പോലെ. അപ്പോ അവരൊക്കെ ഇങ്ങനെ രാവിലെ ഒരു പ്രശ്നബാധിത പ്രദേശത്ത് ഒരു MP അവിടെ കൃത്യസമയത്ത് ഇവര് പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ അവിടെ എത്തിയത് എങ്ങനെ നമ്മൾ പരിശോധിക്കണത്. MP വിളിച്ചിട്ടല്ലേ MP പോകുന്നത്? അപ്പൊ അവിടെ ഈ പ്രകടനം നടക്കുന്ന പറയുന്ന ആന്റെ സ്പോട്ടിലാണല്ലോ ഷാഫി എത്തുന്നത്. അപ്പൊ ഷാഫിയെ കാത്താണ് അവരവിടെ പോലീസ് പിരിഞ്ഞു പോകാൻ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടും പിരിഞ്ഞു പോകാതെ അവർ കാത്തു നിന്നത് ഷാഫി വരട്ടെ എന്നിട്ടേ പോകുള്ളൂ എന്ന നിലപാടിലാണ് നിന്നത് പ്രവർത്തകർ. അവിടെയാണ് സാർ പ്രശ്നം. അവിടെ ഒരു സിനിമ സ്റ്റൈലുണ്ട്. ഇദ്ദേഹം ഒരു ഹീറോ ആവാൻ ചമയുന്നുണ്ട്. അത് DYFI പറഞ്ഞ രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇദ്ദേഹം ഒരു ഹീറോയിനാകാനുള്ള രാഷ്ട്രീയത്തിൽ ഒരു ഹീറോയിനാകാനുള്ള ഒരു ശ്രമമുണ്ട് സിനിമ സ്റ്റൈലിൽ. ഇദ്ദേഹം വടകര വന്നു. അവിടെ DYFIക്കാർ ചെയ്തതോ ഇദ്ദേഹം ചെയ്തോ തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ ചീത്ത വിളിച്ചു പറയുന്നത് കാർന്ന് ഞാൻ കോർട്ടിൽ നിന്ന് കണ്ടതാണ്. ഇദ്ദേഹത്തിന്റെ വേക്കിലിരുന്ന് ഒരു യുവജന നേതാവ് വിളിച്ചിട്ട് പറഞ്ഞ അസഭ്യം ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ഡയറക്റ്റ് അവിടെ ടൗൺ ഹാളിൽ അവിടെ നിന്ന് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഷോ ചെയ്തിട്ട് ഒരു MP ഒക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണ് അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അപ്പം അത് സമാധാനിപ്പിച്ചിട്ടല്ലാതെ അങ്ങനെ അന്തരീക്ഷം കത്തി നിൽക്കുമ്പോൾ MP എങ്ങനെ സിനിമ ശൈലി അവിടെ എത്തി? അത് നമ്മൾ പരിശോധിക്കണം. കേരളത്തിലെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തക്കതായ നടപടി എടുക്കണം. അത് മറ്റൊന്ന്. പക്ഷെ ഒരു ഹീറോയിൻ ചമയുന്ന പരിപാടി ഷാഫിക്കുണ്ട്. അത് രാഷ്ട്രീയത്തിലല്ല വേണ്ട, അത് സിനിമയിലെ നടക്കും. രാഷ്ട്രീയത്തിൽ ഹീറോയിൻ നടന്നാൽ അദ്ദേഹത്തിന് അധിക നാളുകൾ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീമതി ജയാണ് കൊല്ലത്തും. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഷാഫി പറമ്പിൽ MP അറിയാത്തവരല്ല എന്തായാലും കേരളത്തിലെ പോലീസുകാർ. ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരന്റെ പിന്നിൽ നിന്ന് എത്തി അടിക്കുകയുമാണ് ഷാഫിയെ. ഒന്നുകിൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ ആളാവാൻ ചെയ്തതായിരിക്കും. ഇതൊന്നുമല്ല തിരിച്ചു പറയുന്നത്. ഷാഫി ഇപ്പോൾ കഴിഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ അവിടെ ഒരു ഷോ കാണിക്കാൻ വേണ്ടി ഇത്തരം ഒരു സ്ഥലത്തേക്ക്, ഒരു സംഘർഷ സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു എന്ന് പറയുന്നു. താങ്കൾക്ക് ഇതിൽ ഏതിനോടാണ് യോജിക്കാൻ കഴിയുക? നമസ്കാരം കിരൺ. നമസ്കാരം. ഇത് മനഃപൂർവ്വം അദ്ദേഹത്തിന് നല്ലതുപോലെ തല്ലാൻ തന്നെ ആ പോലീസുകാരൻ വന്ന് നിന്നതാ. നമുക്കതിനകത്ത് വിഷ്വൽസ് കാണുന്നുണ്ടല്ലോ. പുള്ളി ഒരു പോലീസുകാരന്റെ പുറത്തൂടെ തട്ടിയാണ് അത് അടിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് അടിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോണ്ട് നമ്മൾ ഇരിക്കുകയാണല്ലോ. പിന്നെ തന്നെയല്ല, ഷാഫിക്ക് ഇപ്പം അഭിനയിച്ച ഒരു ഹീറോ ഒന്നും ആവണ്ട. ഷാഫി ഹീറോ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കാൻ നേരത്ത് സുരേഷ് ഗോപി വന്നതോ അത് കുഴപ്പമില്ല. ഇപ്പം എന്നെ മുന്നിൽ വിളിച്ച അദ്ദേഹത്തിന് അത് പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ഇത് ആസൂത്രിതമായിട്ട് തന്നെ അദ്ദേഹത്തിനെ അടിച്ചതാണ്. ഇത് സ്വർണ്ണ കേസിന്റെ പ്രശ്നത്തിന്റെ ശ്രദ്ധ മാറ്റാനായിട്ട് ചെയ്ത ഒരു പ്രശ്നമാണിത് കിരണേ. ഈ ഷാഫിക്ക് മറ്റ് MP അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയും അല്ലെങ്കിൽ K മുരളീധരനെ പോലെയുള്ള MP ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നുമില്ലാതെ കേരളത്തിലെ മറ്റ് MP പോലെ ഷാഫിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിൽ ഒരു ആസൂത്രണമില്ലേ എന്നുള്ള ചോദ്യം കൂടിയില്ലേ? നല്ല ജനപിന്തുണയുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അത്രയും ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ചത്. തന്നെയുമല്ല, മറ്റവരാരും വരാത്തോണ്ട് പുള്ളി വരണ്ടാന്നുണ്ടോ? പുള്ളിയുടെ സ്ഥലമല്ലേ, അതുകൊണ്ട് പുള്ളി വന്നു. തന്നെയല്ല, ഒരു ചെറുപ്പക്കാരനല്ലേ, അദ്ദേഹത്തിന് നല്ല പിന്തുണയുണ്ടെന്നുള്ള ഒരു ബോധ്യം കൊണ്ട് വന്നു. പോലീസുകാരൻ മനഃപൂർവ്വം അടിച്ചത് തന്നെ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ TV വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഇതൊന്നും മാറ്റി മറിക്കാൻ പറ്റത്തില്ല കിരണേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗൗതം, ഈ ഷാഫിക്ക് അടികൊണ്ടത് ഷോയാണ് എന്ന് ഇടതുപക്ഷം പറയുന്നു. അതല്ല, പോലീസുകാരൻ തെരഞ്ഞു പിടിച്ച് ഷാഫിയെ തല്ലുകയായിരുന്നു. ഒരു MP അറിയാത്തതല്ല, ഒരു പോലീസുകാരൻ മനഃപൂർവ്വം തല്ലിയതാണ് എന്നുള്ളത് ആ അടി കാണുന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തവുമാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഷാഫി പറമ്പിന്റെ ഒരു നാടകമല്ലേ ഇന്നലെ കണ്ടത് രാത്രി? ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യമാണോ അദ്ദേഹം ചെയ്തത്? ഒരു ജനപ്രതിനിധി അവിടെ ഒരു നാട്ടിൽ സമാധാനമല്ലേ കാണിക്കേണ്ടത്? ഇദ്ദേഹം എന്താ കാണിച്ചു വെച്ചത്? ശ്രീ ഗൗതം, കേരളത്തിലെ ഒരു മിനിറ്റ് ഗൗതം, കേരളത്തിലെ സംഘർഷ മേഖലയിലേക്ക് കേരളത്തിലെ CPMൻ്റെതായാലും
കോൺഗ്രസിൻ്റെതായാലും നേതാക്കളൊക്കെ അല്ലെങ്കിൽ BJPയുടെ നേതാക്കളൊക്കെ അവരുടെ പ്രവർത്തകർ സംഘർഷം വരുമ്പോൾ അവിടേക്ക് ഓടിയെത്തുക, അല്ലാതെ വീട്ടിൽ മറഞ്ഞിരിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഓടിയെത്താറുണ്ട്. ഷാഫി ആയാലും മറ്റേതെങ്കിലും നേതാക്കളായാലും അങ്ങനെയൊക്കെ ഓടിയെത്താറുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരു പുതുമയുള്ള കാര്യമല്ല, അതൊരു എന്തോ ഒരു അത്ഭുതം പോലെ ഗൗതം പറയേണ്ടതുമില്ല. അതന്നെ, ഒരു ജനപ്രതിനിധി എന്താണ് ചെയ്യേണ്ടത്? ഒരു നാട്ടിൽ സമാധാനമല്ലേ വേണ്ടത്? ആക്രമണം കാണിക്കേണ്ടതാണോ? അല്ല, ഈ ഗൗതം അതെ സമ്മതിച്ചു. ഈ പോലീസുകാരൻ ഇങ്ങനെ ഒരു MP ആണെന്ന് അറിഞ്ഞിട്ടും MP എത്തിപ്പുറയിൽ നിന്ന് അടിച്ച് തലയ്ക്ക് തന്നെ അടിക്കുന്നത്, ഒന്ന് തലയ്ക്കടിക്കരുത് എന്നുള്ളത് ഒരു ലാത്തി ചാർജിൽ തന്നെ റൂളാണ്, ആരുടെയും തലയ്ക്കടിക്കരുത് എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ലാത്തി അത് മറ്റേ ആൾക്ക് ഇങ്ങനെ വീശുമ്പോ കൊണ്ടിട്ടുണ്ടാവും, വീശിയാണോ മോളിൽ കൂടെ ഒരാളെ തലയ്ക്കടിക്കുന്നത്? ആരെ വീശിയതാണത്? ആൾക്കൂട്ടത്തിനിടയിൽ മോളിൽ കൂടെ തലയ്ക്കടിക്കുന്നതാണോ വീശൽ? അതെന്ത് വീശലാണ്? ഞാൻ ഇതേ കാര്യം ഒന്ന് ചോദിക്കട്ടെ താങ്കളോട്. ചോദിച്ചോ. പുഷ്പൻ എന്ന് പറയുന്ന ഒരു സഖാവുണ്ട്, എന്താണ് അറിയോ താങ്കൾക്ക് എന്തായത്? ശ്രീ ഗൗതം, അത് തന്നെയാണ് എനിക്ക് തിരിച്ചും ചോദിക്കാനുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനം ഏറ്റിട്ടുള്ള പാർട്ടി CPM ആണ്, അല്ലെങ്കിൽ യുവജന സംഘടനകളാണെങ്കിൽ DYFI SFIക്കാരും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ഞങ്ങൾക്ക് മർദ്ദിക്കാം, ഞങ്ങൾ ഭരിക്കുമ്പോൾ എന്നാണോ ന്യായം? അങ്ങനെയുള്ളവർ ഭരണത്തിൽ വരുമ്പോൾ മർദ്ദനോപാധിയായി നിൽക്കുന്ന പോലീസുകാരെ നിലയ്ക്ക് നിർത്തുകയല്ലേ വേണ്ടത്? അല്ലാതെ ഞങ്ങൾ കടിയേറ്റതുപോലെ മറ്റവരെയും പോയി അടിക്കാൻ പറയുകയാണോ വേണ്ടത്? അതെന്ത് ന്യായമാണ്? എന്നെ പറയാൻ അനുവദിക്കുക. താങ്കൾ പറഞ്ഞോളൂ. ഒരു ജനപ്രതിനിധിയാണോ ചെയ്യേണ്ട ഒരു മാന്യതയാണോ അദ്ദേഹം ചെയ്തത്? ഒരു ജനപ്രതിനിധി വന്നു നിൽക്കുമ്പോൾ അയാളോട് ചെയ്യേണ്ട മിനിമം മര്യാദ പോലീസ് കാണിച്ചോ? അദ്ദേഹം ഒരു സിനിമാ സ്റ്റൈലിൽ ഒരു എന്താണ് ഈ സിനിമാ സ്റ്റൈല്? എന്താ ഈ സിനിമാ സ്റ്റൈൽ? എന്താണ് ഒരു സിനിമ അവിടെ ഒരു ലൊക്കേഷൻ ആക്കി കൊടുത്താൽ അദ്ദേഹത്തിന് നല്ലത്. വടകരയില് നിക്ക്, ആ മണ്ഡലത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കാണിച്ചത് എന്താ? ഫുൾ ഗുണ്ടായിസമല്ലേ? എന്ത് ഗുണ്ടായിസമാണ് കാണിച്ചത് ഷാഫി? നിൽക്ക്, ഞാൻ പറയുന്ന നിൽക്ക്. ഒരു ചാനലുകാരില്ലേ, റിപ്പോർട്ടർ ചാനൽ, അവരെ ആക്രമിക്കാൻ വന്നു. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം എടുത്ത് കാണിച്ചിട്ട് കേരളത്തിലെ ഷാഫി അങ്ങനെ ഒരു ഗുണ്ടയാണ്, അക്രമകാരിയാണ് എന്നൊന്നും പറയാനാവില്ല. കേരളത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളാണ് ഷാഫി പറമ്പിൽ. മറ്റെല്ലാ MPമാരെ പോലെ ഷാഫി പറമ്പിലും അവകാശമുണ്ട്. അങ്ങനെ ജയിച്ചവരാണ് കേരളത്തിലെ MLAമാരും മന്ത്രിമാരുമായിരിക്കുന്ന ആളുകളും ഒക്കെ. ഒരു കാരണവശാലും ന്യായീകരിക്കരുത്. അതെങ്ങനെയാണ്? ഞാൻ ചോദിച്ച താങ്കൾ ഇപ്പോഴും പോലീസുകാരൻ ഷാഫി അടിച്ചതിനെ ന്യായീകരിക്കുന്നു. ഞാൻ പറഞ്ഞേക്ക്, ആ ഒരു പോലീസുകാരൻ ലാത്തിന്ന് മുട്ടിയതായിരിക്കും. ലാത്തി കൊണ്ട് മുട്ടലോ? ഒരു പോലീസുകാരൻ ഒരു MP നിൽക്കുമ്പോൾ ആ MPയെ ലാത്തി കൊണ്ട് തലയ്ക്ക് മുകളിൽ കൂടെ ലാത്തി പൊക്കി അടിക്കുന്നതാണോ മുട്ടൽ? ശസ്ത്രക്രിയ ചെയ്ത് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത് അത് വ്യാജമാണെന്ന് ഇനി പറയുമോ? എന്താണ് ഒരു ലാത്തി കൊണ്ട് മുട്ടിയതായിരിക്കും? ലാത്തി കൊണ്ട് ഉമ്മ വെച്ചതാണെന്ന് ഗൗതം പറഞ്ഞില്ലല്ലോ. വലിയ ഉപകാരം ശ്രീ ഗൗതം. നമ്മൾ ന്യായീകരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെയും അന്ധമായി ന്യായീകരിക്കരുത്. മിനിമം ഒരു ലോജിക്കൊക്കെ വെച്ച് ന്യായീകരിക്കണം. ശരി ഗൗതം. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് പോലീസിന്റെ ഒരു ആസൂത്രണം അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ആസൂത്രണം, മറിച്ച് കോൺഗ്രസിന്റെ ആസൂത്രണം, ഇങ്ങനെ 2 വർഷം 2 ഭാഗത്തു നിന്നും ആളുകൾ പറയുന്നു. താങ്കൾ ഇതിൽ ഏതിനോടാണ് യോജിക്കുന്നത്? ഇത് കോൺഗ്രസിന്റെ ആസൂത്രണം തന്നെ. പിന്നെ ഈ പോലീസുകാർ കാണിയിട്ട് നിങ്ങൾ ജാഗ്രത കാണിക്കാത്തത് ഷാഫിയെ മാത്രം പോയിട്ട് നടക്കണമെങ്കിൽ. ഷാഫിയെ ഒരു ജനപ്രതിനിധിയാണ്, MP ആണ്. സ്വാഭാവികമായും ജനപ്രതിനിധി MPയുമായ ഒരാളിന് അടി കിട്ടുമ്പോൾ അതിന് പ്രാധാന്യം വരും. അത് ആ പ്രാധാന്യത്തിൽ കാണിക്കും. അവിടെ ഒരുപാട് പ്രവർത്തകർക്ക് അടിയുണ്ടല്ലോ. അവർക്ക് അടിയുണ്ടെന്നും ഷാഫിക്ക് അടിയുണ്ടെന്നും മാനുഷികമായി നോക്കിയാൽ ഒരുപോലെയാണ്. പക്ഷെ ഒരു പ്രധാന പദവിയിൽ ഇരിക്കുന്ന ഒരാൾ കടികൊള്ളുമ്പോൾ സ്വാഭാവികമായും എല്ലാ ക്യാമറകളും അങ്ങോട്ടാണ് തിരിച്ചു വെക്കുന്നത്. കേട്ടില്ല ശ്രീ മഹി. താങ്കളുടെ ടെലിഫോണിൽ എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു ശ്രീ മഹി. താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. വ്യക്തമായിട്ട് അടി കിട്ടാനില്ല, ഒരു സംശയമില്ല. ശരി, ഓക്കെ.